ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ താരയുടെ കൂടെ ഉണ്ട് എന്ന കാര്യം കല്യാണിയും കിരണും അറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സരയുവിന്റെ താല്പര്യപ്രകാരം ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് അവൾ പറയുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും താരയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് കല്യാണിയും കിരണും. അവളെ ശ്രദ്ധിക്കണം, അവളുടെ അസുഖം മുഴുവനായി മാറിയോ അറിയില്ല, അതുപോലെ തന്നെ എപ്പോഴാണ് ഇനി അവൾക്ക് അതുപോലൊരു അസുഖം തിരികെ വരാമെന്നൊന്നും അറിയില്ല. എന്ത് ധൈര്യത്തിലാണ് ആൻറ്റി അവളുടെ കൂടെ ഇങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, എന്നെ അങ്ങ് കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്താ ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെയാണ് താര ചോദിക്കുന്ന മറുപടി. എന്തായാലും താര പറയുന്ന മറുപടി അങ്ങനെ അതിനുശേഷമാണെങ്കിലും നമ്മുടെ സരയുവിൻ്റെ അരികിൽ കുഞ്ഞ് അവിടെ തന്നെ നിന്നോട്ടെ, കുഞ്ഞ് സരയുവിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്, പൊടി കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവരാതെ സരയുവിൻ്റെ കയ്യിൽ തന്നെ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ആ ഒരു കാര്യം രൂപ നമ്മുടെ ശാരിയോട് പറയുന്നുണ്ട്. ശാരിക്ക് നല്ല വിഷമമുണ്ട്. സരയു ആണെങ്കിലും കുഞ്ഞും രണ്ടുപേരും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവളാണെങ്കിൽ ഇവിടെ ആകെ ഒരു ബോറടിച്ച് അതുപോലെ തന്നെ ഒരു അധികപ്പറ്റി എന്ന രീതിയിലാണ് അവൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ കളിച്ചിരിയൊക്കെ കാണുമ്പോൾ ശാരിക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടിയിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഇത് കാരണം ശാരി പറയുന്നുണ്ട് എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല രൂപയെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം താരയുടെ മകളും താരയുടെ കൊച്ചുമകളുമാണ്. അപ്പം അതുകൊണ്ട് കല്യാണിയും കിരണക്ക് വിളിച്ചു നോക്കി, പക്ഷേ സരയു തന്നെയാണ് അതിന് സമ്മതിക്കാത്തതെന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രകാശിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ബാലണ്ണനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബാലണ്ണൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നോക്കുന്നുണ്ട്. നമ്മുടെ ശാരിയാണെങ്കിൽ രാഹുലിനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മകളുടെ അസുഖം, എങ്ങനെയുണ്ട്, മാറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളാണ് എൻ്റെയും എൻ്റെ മകളുടെയൊക്കെ ജീവിതം ഇല്ലാതാക്കിയത്, നിങ്ങൾക്കത് ചോദിക്കാനുള്ളൊരു അവകാശം പോലുമില്ല. പിന്നെ എൻ്റെ ജീവിതം ഇപ്പോൾ എനിക്ക് ജീവിതത്തിൽ ആരുമില്ലാതായിരിക്കുകയാണ്. ഭർത്താവ് ഉണ്ടായത് അത് ആദ്യമേ എന്നെ ചതിച്ചു, ഇപ്പം എൻ്റെ മകളും കൊച്ചുമകളും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ശാരി നീ ഇങ്ങനെ പറയുന്നത്, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സരയു മോളെ ആശുപത്രിയിൽ നിന്നും കാണാതായി. 2-3 ദിവസം അവളെ കാണാതെ ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. ഇപ്പം ഞാൻ രൂപയുടെയും ചന്ദ്രസേൻ്റെ ഒക്കെ വീട്ടിലാണ്. അവരാണെങ്കിലും അവരുടെ ഒരു ചെറിയൊരു ദയ കൊണ്ട് മാത്രമാണ് അവിടെ കയറി താമസിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ വേറെ വല്ലവരായിരുന്നെങ്കിൽ എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കിയാണ്. അത്രയ്ക്ക് ദ്രോഹങ്ങളാണല്ലോ നീയും നിങ്ങളും അതുപോലെ നമ്മുടെ മകളൊക്കെ കൂടിയിട്ട് എല്ലാവരും ചേർന്ന് അവരോട് ചെയ്തിട്ടുള്ളത്. എന്തായാലും അവിടെ ഒരു വേലക്കാരുടെ സ്ഥാനം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സഹിച്ചും ക്ഷമിച്ചും ഞാൻ നിൽക്കും. പക്ഷേ നമ്മുടെ മകൾ പോയത്, അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പോയത് നേരെ മനോഹറിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മനോഹറിനെ കിട്ടാതെ വന്നപ്പോൾ അവളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം താരയുടെ കയ്യിലാണ് കിട്ടിയത്. ഇപ്പോൾ അവൾക്ക് ഒരു അസുഖവുമില്ല, അവളുടെ അസുഖമൊക്കെ മാറി. ഇപ്പോൾ താരയെ അവൾക്ക് അമ്മയായി സ്നേഹിക്കണമെന്ന്, അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടണമെന്നും പറഞ്ഞ് അവരിപ്പോൾ താരയുടെ വീട്ടിലാണ്. കുഞ്ഞിനെയും അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്, എല്ലാത്തിനും കാരണം നിങ്ങളാണ്. ആ മനോഹർ അവൻ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവനെ കൈകാര്യം ചെയ്യും. അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല, ഈ ജന്മം കൊണ്ട് നമ്മുടെ മകൾക്ക് അങ്ങനെയെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശാരി അവിടെ നിന്നും പോവുകയാണ്. രാഹുലാണെങ്കിൽ മനസ്സിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആകെ മനസ്സ് തീ പിടിപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് മനോഹറിനെ കൊണ്ടുവരുന്നത്. മനോഹറിനെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ഓടിച്ചെന്ന് രാഹുൽ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ജയിൽ വാർഡൻ ആൾക്കാരൊക്കെ തടയുകയാണ്. അതുപോലെ തന്നെ ഗംഗയും വിക്രവും ഒക്കെ തടയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് അവനെ എനിക്ക് കൊല്ലണം, അതിനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണം, ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ കൊട്ടേഷൻ തന്നതല്ലേ, നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ നീ കൊന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വട്ടവും കൂടി മനോഹറിനെ ആളില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് രാഹുൽ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും രാഹുലിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴും അവനെ പിടികൂടുകയാണ് ചെയ്യുന്നത്. തന്നെയല്ല, ഈ മനോഹറും അതുപോലെ ഈ ഗംഗയും കൂടി സംസാരിക്കുന്നത് രാഹുൽ കേൾക്കാൻ ഇടവരികയാണ്. മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഇത്രയും നാളും പിടിച്ചു നിന്നത് തന്നെ നിന്റെ
കഴിവ് കൊണ്ട് തന്നെയാണ്. ആ സരയു എന്ന് പറയുന്നവളുടെ കൂടെ ഇത്ര നാളും നീ ജീവിച്ചില്ല. അവളുടെ സ്വർണവും പണവും ഒക്കെ നീ അടിച്ചെടുത്തു. പിന്നെ ഏതൊരുത്തനായാലും എപ്പോഴെങ്കിലും ഒരു പിടി വീഴും. അത് നീ മുന്നേ കൂട്ടി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് നീ ഇറങ്ങിയത്. നിന്നെ ഞാൻ അതിൽ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിനക്ക് ചെന്നൈയിൽ 2-3 ഭാര്യമാർ അവിടെ തന്നെ ഇല്ലടാ. നാട്ടിലിപ്പോൾ എത്ര ഭാര്യമാരെ ഇതുവരെ നിന്നെ പിടിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ നിനക്ക് പിടിച്ചാലും നിനക്ക് പ്രശ്നമൊന്നുമില്ലടാ. നീ എന്തായാലും ഈ ജയിലിലുള്ളവർ നിന്നെ ഇനി എന്തായാലും തീറ്റിപ്പോറ്റിക്കോളും. നിനക്ക് എന്തായാലും വധശിക്ഷ ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പിന്നെ ആ രാഹുൽ, അയാൾ നീ സൂക്ഷിക്കണം കേട്ടോ. അയാൾ നിന്നെ കിട്ടിയ പലവട്ടം നിന്നെ കൊല്ലണമെന്ന് ഞങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഞാനും നീയും തമ്മിലുള്ള ബന്ധമൊന്നും അയാൾക്ക് അറിയില്ല. നിന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് നാട്ടിലുള്ളപ്പോൾ കൊട്ടേഷൻ തന്നതാണ്. പക്ഷേ നീ എൻ്റെ ശത്രുവല്ല, നീ എൻ്റെ മിത്രമാണ്. പിന്നെ തന്നെയല്ല, നമ്മളെല്ലാവരും ഒന്നിച്ചാൽ മാത്രമേ ആ കാർത്തികയും കല്യാണിയെയും കിരണിനൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ആ കാർത്തികയുടെ വിവാഹം അത് നടക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും എൻ്റെ പുറത്ത് എൻ്റെ കൂട്ടുകാരി സ്റ്റെഫി കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതെല്ലാം രാഹുൽ കേൾക്കുന്നുണ്ട്. രാഹുലിന് മനസ്സിലാവുകയാണ് ഇനിയെങ്കിലും താൻ മാറണം. ഇനി താൻ മാറിയില്ലെങ്കിൽ തൻ്റെ മകളുടെ ജീവിതത്തിൽ ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ടാകും. തന്നെയല്ല, ഇത്രയും നാളും തൻ്റെ കൂടെ നിന്ന് ഗംഗ തന്നെ ചതിക്കുകയായിരുന്നു. മനോഹറും ഗംഗയും കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഗംഗ പുറത്തിറങ്ങിയാൽ എൻ്റെ മകളെ സംരക്ഷിക്കുന്ന കല്യാണിയെയും കിരണിനെയും അപകടപ്പെടുത്തും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതിന് ഞാൻ തടയിടുക തന്നെ വേണം. ഇത്രയും നാളും ഞാൻ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇനി അതിന് ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും അതുപോലെ തന്നെ അവിടുത്തെ ജയിൽ വാർഡനെ കണ്ട് രാഹുൽ ഈ ഒരു കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഗംഗ അവൻ ജയിൽ ചാടാൻ വേണ്ടിയിട്ട് അവിടുത്തെ സെല്ലിലെ ഒരു പൊടി കലക്കുന്ന കാര്യം, ഒരു പൊടി തുരുമ്പ് പിടിക്കാൻ വേണ്ടി ആ സെല്ലിലെ അഴികൾ തുരുമ്പ് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അത് തുരുമ്പ് പിടിച്ച് അത് ഇളക്കി മാറ്റിയിട്ട് ആ വഴി അവൻ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. തന്നെയല്ല, നമ്മുടെ കാർത്തികയുടെ വിവാഹം ഉറപ്പിക്കുകയാണ്. കാർത്തികയെ സ്നേഹിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്. ആ പയ്യൻ പലവട്ടം കാർത്തികയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴും അവരൊക്കെ ഈ ഗംഗയെ പേടിച്ചിട്ട് പലവട്ടം അവർ അമ്മയും മകളും വേണ്ട എന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കിയിട്ടാണ് ഈ നാട്ടിലോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഈ നാട്ടിലുണ്ടെന്നറിഞ്ഞ അവൻ വീണ്ടും ഈ കല്യാണിയൊക്കെ കാണാൻ വരികയാണ്. കല്യാണിയോടൊക്കെ ആദ്യമൊക്കെ അവർ പേടിക്കുന്നുണ്ട്. ഇങ്ങനൊരു മുഖമൊക്കെ മറിച്ച് ഗ്ലാസ്സൊക്കെ വെച്ച് വരുന്ന കാണുമ്പോൾ ആദ്യമൊക്കെ അവർ പേടിക്കുകയാണ്. എന്തായാലും അതിനുശേഷം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇവൻ സത്യസന്ധനായ ഒരു ആളാണെന്നും അതുപോലെ ആത്മാർത്ഥമായിട്ടാണ് കാർത്തികയെ സ്നേഹിക്കുന്നതെന്നും മനസ്സിലാക്കാണ്. ഇനിയിപ്പോൾ വൈകിക്കേണ്ട, കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു. ഇനിയിപ്പോൾ പുറത്ത് നമുക്ക് ശത്രുക്കൾ ആരും തൽക്കാലപ്പില്ല. അതുകൊണ്ട് കാർത്തികയുടെ വിവാഹം നടത്താമെന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട്. കാർത്തികയോട് ചോദിക്കുമ്പോൾ അവൾക്കും സമ്മതമാണെന്ന് പറയുന്നു. അങ്ങനെ കാർത്തികയുടെ വിവാഹം നല്ല ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രകാശൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അത് വല്ലാത്തൊരു തിരിച്ചടിയായി മാറുന്നുണ്ട് നമ്മുടെ ഗംഗയ്ക്ക്. ഗംഗ ജയിലിൽ ചാടാനും പറ്റുകയില്ല. അത് തന്നെയെല്ലാം കാർത്തികയുടെ വിവാഹം കഴിയുകയും ചെയ്തു. താൻ പേടിച്ച കാര്യങ്ങളൊക്കെ നടന്നു പോയതിലുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് ഗംഗ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.